ഇന്നുണ്ടല്ല, ഇന്നത്തെ നമ്മുടെ ഞണ്ടിനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ കെട്ടിലാണ് പരിപാടി. നല്ല കിട്ടില്ല ഞണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ പോയി പിടിച്ചോണ്ട് വന്നല്ല, നമ്മുടെ പൊക്കളയിൽ പോയി പിടിച്ചോണ്ട് വന്നു. മച്ചമ്പരെ നോക്കിയാൽ കൈ കണ്ട, കൈ മൊത്തം സീനായിപ്പോയി ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഞണ്ടിനെ നല്ല കിഡിലെന്നാക്കി. എന്ത് സാധനം ഇവിടെ വെക്കാം നമ്മുടെ താജ? ഉണ്ട. അവനൊരു കുന്ത് പറയാൻ പാടില്ല, അവന്മാർക്ക് ആകപ്പാടെ അറിയാം. വായും ചുണ്ടുമായിട്ട് ഇറങ്ങിയേക്കണേണ് തിന്നാനായിട്ട്, നാക്കുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതുണ്ടല്ലോ, ഇതിനകത്തിട്ടൊരു ഞണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. കണ്ടല്ലേ നല്ല സൈസ് ഞണ്ടല്ലേ സാജ. ചെറിയ രീതിയിൽ പൊന്നൊക്കെ കാണിക്കണ്ടല്ലോ സാജ ഇതിനകത്ത്. ഞണ്ടിനകത്ത് ഒട്ടുമിക്ക ഞണ്ടിനകത്ത് നമ്മൾ പൊളിക്കണതിനകത്ത് ഓൾറെഡി പൊന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള സംഭവമാണ്. ഏത് സാധനം? നിനക്ക് ഏതൊക്കെ സാധനം വേണമെങ്കിലും ഞാൻ തരാം. നീ പറയാം എനിക്ക് എന്ത് സാധനം വേണം ഇതിനകത്ത്. ഇത് വൃത്തിയാക്കാനല്ലേ പോണത്. ഇനി നമ്മൾ വൃത്തിയാക്കി കളഞ്ഞ സാധനം വേണോ നിനക്ക്? തിന്നരുത് കേട്ടാ, മോൻ തിന്നരുത്. ഞണ്ടിനെ ഞങ്ങളുണ്ടല്ലോ നല്ല കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യം ഇടാൻ പോണ സംഭവം എന്ന് വെച്ചാൽ ഉപ്പിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അടി നല്ല കളറായില്ലേ ഇപ്പം. ഞണ്ട് ഇറങ്ങി പിടിക്കണേക്കാളും പാടാണ് ഇങ്ങനെ പെരട്ടിയെടുക്കണത്. കമ്പം ഞണ്ട് പിടിച്ചപ്പോൾ ഇത്രയും പൊട്ടിയുള്ളൂ. ആ കല്ല് പോരഞ്ഞുണ്ട് ഇത്രയും പൊട്ടി എൻ്റെ കൈ. പക്ഷേ ഇപ്പോൾ ഞണ്ട് പെരട്ടി വന്നപ്പോൾ ഇതിന്മേൽ എത്ര മുളക് കയറിയിട്ടുണ്ടോ നാളെ അറിയാൻ പറ്റുള്ളൂ. നല്ല നീറ്റിൽ. ആ നീറ്റിലും ഉണ്ട് ഇപ്പം, നല്ല നീറ്റിൽ. തീ കത്താത്ത ലാമ്പാണെന്നാണ് തോന്നണം കേട്ടോ. ഭാഗ്യവും കൊണ്ട് പിടിച്ച് മച്ചമ്പര. നമ്മളുണ്ടല്ലോ ഇന്ന് കുക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ദോശ മെഷീൻ ഉണ്ടല്ലോ, പരാജയപ്പെട്ട ദോശ മെഷീനാണ്. എന്തായാലും പരാജയപ്പെട്ടു. ഇത് കൊണ്ടെങ്കിലും ഒരു ഗുണം ഉണ്ടാകട്ടെ എങ്ങനെയെങ്കിലും. ഇനി നാളെ തൊട്ട് ഞാൻ റോഡിൽ കടയിടാൻ പോണേ. ഓ ദോശക്കട. അയ്യോ അതെ, ഇത് ഭയങ്കര തീയാണല്ലടാ. എവിടെയൊക്കെ ഓ എൻ്റെ കൈ പുള്ളിയാണ് ഇപ്പം. കല്ലങ്ങൾ പഴുത്ത് വരുമ്പോൾ സൗണ്ട് വരും. സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വയ്ക്കാറും. ഞണ്ടങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ സംഗതി അടിപൊളിയാണ്. ചാടണം. ഞാനൊരു ഞണ്ട് ചാടാനിട്ട് ഇന്നലെ പിടിച്ചിട്ടുണ്ടെന്ന് ഞണ്ട് ഇന്നും ചാടണം. എന്നാ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ നമ്മളെപ്പോഴും കൊടുക്കണ ഞണ്ട്. ലാസ്റ്റ് ഏറ്റവും ക്വാളിറ്റി. കാര്യം ചെറിയ ഞണ്ടുകൾക്ക് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. അവസാനം ആ മസാല ഉണ്ടല്ലോ അത് ഒഴിച്ച് അല്ല പിന്നെ ഇനി കാകം അടിപൊളിയാൻ കിടക്കണതേ ഉള്ളത്. ഇന്ന് നിന്നെയൊക്കെ ഞാൻ ഞെട്ടിക്കുമെന്ന്. അവസാനത്തെ പ്രയോഗം നമ്മളിപ്പോൾ ഉപേക്ഷിച്ച്. ഇത് ഇനി അടുത്ത പരിപാടി ഉണ്ട് വേറെ. വെളിച്ചെണ്ണ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മളിതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, അവിടെ ഇരുന്ന് അടഞ്ഞിരുന്ന് വേവട്ടെ സാധനം. ഇനി നമുക്ക് കേട്ടല്ലോ കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കണം. ഉള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. രാജാ നീ വന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി പോകും കേട്ടാ. ഉള്ളി അരിഞ്ഞതെല്ലാം കൂടി. ഉള്ളി ഒന്നാമത് ഉരുണ്ട ഷേപ്പ് ആയതുകൊണ്ട് ഉരുണ്ട് പോകും. കുറച്ച് ഉള്ളി മാറ്റി വെച്ചാൽ ചിലപ്പോൾ ചമ്മന്തിയുടെയും കഴിക്കട്ടെ. ഇടാമ്പഴുണ്ടല്ലോ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. ഇനി ഒരു പണിയാണ് ഇവനെ വെച്ചിട്ട്. ഇനി നമ്മളിങ്ങനെ കുത്തിവനെയൊക്കെ ചെറുതായിട്ടൊന്ന് എന്താക്കും. ആ അങ്ങനെ എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. അൺഷേപ്പ് ഒന്നും ആക്കിയല്ല, കുറച്ചൊക്കെ ഞാൻ പൊടിക്കും. ഇപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിക്കാനും സുഖമാണ് ചെറുതായിട്ട്. മരത്തേന്ന് ഞാൻ ഇപ്പോൾ പറിച്ചോണ്ട് വന്നാ. എൻ്റെ വീട്ടിലുണ്ട്, ചേട്ടൻ്റെ വീട്ടിലുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ വലിയ മരം, എൻ്റെ വീട്ടിൽ കുഞ്ഞു മരം. പൊട്ടിക്കാൻ നോക്ക്. കൈ കുടിച്ചിട്ടല്ലോ.
ഇനി ഉണ്ടല്ല കുറച്ച് തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് മുളക് പൊടിയുടെ കൂടി ആവശ്യമുണ്ട്. കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ഇട്ടാ കുറച്ചധികം മാത്രം വേണം, ഞണ്ടല്ലേ. കുറച്ചിട്ട് ഒഴിച്ചു ലൂസായിക്കോട്ടാ, ലൂസാക്കി ഒഴിക്കാനുള്ള സാധനം പോരെ. കുറച്ചുകൂടി ചൂട്ടെ. ആയി വന്നിട്ട് കേട്ടോ സംഭവം. ആഹാ, ആ സൗണ്ട് കേട്ടിട്ട് എന്താ രസം. ഇനി ഒന്നും വേണ്ട, ഇവനെ നമ്മള് അത് വേണ്ടതാ. അതെ, അത് എങ്ങനെ പരിഗണിക്കണം. വീഡിയോ കാണാർക്ക് സ്മെല്ല് കിട്ടുന്ന പരിപാടിയല്ലേ. ഇനിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാനുള്ള ബ്രെഡ് വെക്കണം അതിനകത്ത്. അല്ല പിന്നെ സാജ നമ്മുടെ കളിയിൽ സാജ ബ്രെഡ് ഇനി കുറച്ച് പച്ച വേപ്പിലൂടെ കിടക്കട്ടെ. അത്തക്കള ഇട്ട പോലെ വേപ്പില ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുണ്ടായിരിക്കണം, അതാണ് കറിയുടെ ടേസ്റ്റ്. ഇത് കണ്ട നല്ല കണ്ടിട്ട് നല്ല രസമുണ്ട്, നല്ല കിടില മണവും വന്നിട്ടുണ്ട് ഇടാ. എൻ്റെ പൊന്നോ, ഇതിന് എന്തൊരു ടേസ്റ്റാണ് ഈ സാധനത്തിന്, ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ അടുത്ത കാലത്ത് ഞാൻ വെച്ചതിൽ ഏറ്റവും നല്ല ഞണ്ട് റെസിപ്പി അല്ലേ സാജ? അടിപൊളി. മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ സീൻ മസാല നമ്മൾ 2 വട്ടം ഒഴിച്ചല്ല. പിന്നെ ആ തക്കാളിയുടെ പുളിപ്പൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ കിട്ടണുണ്ട്. എന്തായാലും മൊത്തത്തിൽ അതെ, ശരിക്കും മഡ്ക്രാബിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പക്ഷേ മഡ്ക്രാബിനെ വെല്ലുവിളിക്കണം അല്ലേ സംഭവം. ഓ, പിന്നെ ഞാനും ഉണ്ടാക്കിയത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നല്ല അബദ്ധം പറ്റാറുണ്ട്, നല്ല മുടിഞ്ഞ ടേസ്റ്റ് ആയി പോകും കേട്ടോ. പിന്നെ നമ്മളെ ഇങ്ങനെ മൂടി വെച്ച് കഴിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ജ്യൂസിയാണ്. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നല്ല നല്ല ജ്യൂസി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഓവർ കുക്കഡല്ല. ഈ സീ ഫുഡ് എന്ന് പറയുമ്പോൾ കുക്കിങ്ങിൻ്റെ ആ വേവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടും ഓവർ കുക്കഡ് ആയിട്ടില്ല കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഞണ്ടും കൊള്ളാട്ടോ, നല്ല മീറ്റ് ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റുള്ള സമയമാണ്. നല്ല പൊന്നെന്ന് പറഞ്ഞ സാധനം ആദ്യം കണ്ടല്ലോ. നീ അങ്ങനെ എടുത്ത് നിന്നാ കിടക്കും. ഈ മസാല മാത്രം മതി കണ്ട, ഞണ്ടിൻ്റെ ഈ മസാല നോക്കിയേ, നല്ല കുഴമ്പ മസാല. ഇതിങ്ങനെ വാരി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഓ, കൊള്ളാം. സീൻ. എന്നാലും ഉപ്പൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് വേണ്ട. പക്ഷേ എൻ്റെ മോനെ സീൻ സാധനം. എനിക്ക് പൊന്ന് കിട്ടിയതിൽ ഞാൻ അടുത്ത പൊന്നായിരുന്നു. ഓ, മുടിഞ്ഞ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഞണ്ടുകറി എങ്ങനെ കിട്ടില്ലെന്നല്ല ഞാൻ. അപ്പോൾ ഞണ്ടുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ നേരെ ഞണ്ട് പിടിച്ചിട്ട് ഇതുപോലത്തെ ആ മസാലയൊക്കെ ഉണ്ടാക്കി. മസാലയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ സാധനമൊന്നുമില്ല. നമ്മുടെ സാധാരണ ഗരം മസാല, മുളക് പൊടിയും കുരുമുളക് പൊടി, പിന്നെ കുറേ വേപ്പിലയും കുരുമുളക് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഒന്ന് ട്രൈ ചെയ്തോ. നല്ല മുടിഞ്ഞ ടേസ്റ്റാണ് സംഭവം. ചെറിയ പാത്രത്തിലുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇടയ്ക്ക് രണ്ടാമതേ ആ ഒരു മസാല കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ, ഏറ്റവും പൊക്കത്തൊന്നും കൂടി. അപ്പോൾ അപ്പോഴേക്കും നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കുമല്ലോ. ഓക്കെ, ടാറ്റ, ബൈ. ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ അവൻ റോഷനാണെങ്കിൽ അവിടെ നിന്നിട്ട് ശ്വാസം മുട്ടണത് കണ്ടിട്ട് കുഴപ്പമില്ല, എനിക്ക് കിട്ടും.
ഇല്ല ഇത് ബാക്കി തരട്ടെ. പൊന്നിട്ട് ഇതാ, അതെടാ, അയ്യോ പൊന്നി. മൂത്ത നിനക്ക് കിട്ടും, നീ പേടിക്കണ്ട. ബാക്കി അങ്ങ് ബാക്കി. നിനക്ക് ബാലൻസ് ഞങ്ങൾ വെച്ചിട്ടുണ്ടോ? നിന്റെ കാണിച്ച കണ്ടില്ലേ, അത് നിനക്കുള്ളതാ. ആ പൊന്നി ഇച്ചിരി നടാ, ഒരു നാടാ പ്ലീസ്. അതാ ഇഞ്ചാ ആകെ ഉണ്ടാവുന്നുണ്ട്. ഇതേ പൊന്നി എന്താ തക്കാളിയാണോ തോന്നി? പിന്നെ പോടാ. തക്കാളി വന്നിട്ട് ഒരുമാതിരി പൊട്ടത്തരം. ഞാൻ പോയെന്ന് പറഞ്ഞാണ്. ഓ ഇപ്പൊ നമുക്ക് എങ്ങനെയൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? അല്ല പിന്നെ ആശാനെ